പൊതുവേ ഒരു BSc-MLT കഴിഞ്ഞ പ്രൊഫഷണൽസ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നോർമലി ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാം, പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാം അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള കോഴ്സ് പെട്ടിട്ടില്ല. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ 4 ദിവസം ദൈർഘ്യമുള്ള ISO 15189 നേരത്തെ 2012 ആയിരുന്നു, ഇപ്പോൾ 2022 ISO 15189 2022 ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. ഏകദേശം 2016 ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരു പ്രൊഫഷണൽ റിക്വയർമെന്റിന്റെ ഭാഗമായിട്ട് ഞാനും ഈ കോഴ്സ് ചെയ്തിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ക്വാളിറ്റി ഇൻചാർജ് ആയിരുന്നു. ഒരു റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കൊണ്ട് എനിക്ക് എൻ്റെ കരിയറിൽ ഒരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിട്ടില്ല. ആ ഒരു കോഴ്സിൽ ആ 4 ദിവസം കൊണ്ട് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ട്രെയിൻഡ് ആയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഞാനൊരു NABL അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ NABL സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ NABL ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ലബോറട്ടറിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ദാറ്റ്സ് നോട്ട് എ ക്വാളിറ്റി കൺട്രോൾ. പൊതുവെ പ്രൊഫഷണൽസ് പറയാറുണ്ട് എനിക്ക് ക്വാളിറ്റി കൺട്രോൾ ഞാൻ എക്സ്പെർട്ട് ആണെന്ന്. കൂടുതൽ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർ ലബോറട്ടറിയിൽ സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്വാളിറ്റി സാമ്പിൾസ് മെഷീനിൽ കൊടുക്കുന്നു. അതുപോലെ റിപ്പോർട്ട് വരുന്നു. ആ വരുന്ന റിപ്പോർട്ട് അവരുടെ പത്തോളജിസ്റ്റിനോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻചാർജിനോ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സോ പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ക്വാളിറ്റി സാമ്പിൾസ് ആസ്പിറേറ്റ് ചെയ്യുന്നതും ഈ റീഡ് ചെയ്യുന്നതും ഒക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതാണ്.